പക്ഷികളെപ്പോലെ ആകാശത്തിന്റെ ഉച്ചിയിൽ ഉയർന്നു പറക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എഴുതപ്പെട്ട കവിതകളെത്ര, സാഹിത്യകൃതികളെത്ര. നൂറ്റാണ്ടുകളായി മനുഷ്യൻ പറക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് പറക്കുവാനുള്ള മനുഷ്യന്റെ പരിശ്രമം വിജയം കണ്ടത്. ദീർഘനാളത്തെ നിരന്തരമായ ഗവേഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം പറക്കുവാനുള്ള തന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞു. ഇന്ന് ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പറക്കൽ യന്ത്രങ്ങൾക്ക് മനുഷ്യൻ രൂപകൽപ്പന നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സരളമായ യന്ത്രങ്ങളിൽ നിന്ന് തുടങ്ങി സൂപ്പർസോണിക് വിമാനങ്ങൾ എത്തി നിൽക്കുന്നു പറക്കുവാനുള്ള മനുഷ്യന്റെ സാധന. എന്നാൽ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ പ്രകൃതിയിലെ പറക്കൽ യന്ത്രങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ പ്രാഥമികമാണെന്ന വസ്തുത നമുക്ക് സുതരാം ബോധ്യപ്പെടും. പ്രകൃതിയിലെ പറക്കൽ യന്ത്രങ്ങളാണ് പക്ഷികൾ. അവയ്ക്ക് ഉന്നതിയിൽ പറക്കുവാനും താഴെ വഴുതിയിറങ്ങുവാനും വളരെ വേഗത്തിലും വളരെ സാവധാനത്തിലും ഗതി മാറുവാനും കഴിയുന്ന വിദ്യകൾ അറിയാം. പക്ഷികളുടെ അത്ഭുതകരവും കൗതുകകരവുമായ ഈ സിദ്ധികളെക്കുറിച്ചാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. അതെ, പക്ഷികളുടെ സൃഷ്ടിയിൽ അവയുടെ ഓരോ വർത്തനങ്ങളിൽ സർവശക്തനായ സ്രഷ്ടാവിന്റെ കരവിരുത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷിയുടെ ഓരോ വർത്തനങ്ങളും സൃഷ്ടിയുടെ മഹത്തായ അത്ഭുതങ്ങളാണ്. പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് സൃഷ്ടികർത്താവിനെ നിഷേധിക്കുവാൻ സാധ്യമല്ല തന്നെ. നാം നിത്യവും കാണുന്ന പക്ഷികളിലൊന്നാണ് പ്രാവ്. പലരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാറില്ലെങ്കിലും ഇവയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സൃഷ്ടിയുടെ അത്ഭുതങ്ങളിലൊന്നായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വസ്തുത അറിയണമെങ്കിൽ പ്രാവ് നിലത്തുനിന്ന് പറന്നു തുടങ്ങുന്നതെങ്ങനെയെന്ന് പഠിക്കുകയും അതിനുപയുക്തമായ തെറ്റുപറ്റാത്ത എഞ്ചിനീയറിംഗ് ഡിസൈൻ പരിശോധിക്കുകയും ചെയ്താൽ മതി. ആദ്യമായി പ്രാവ് വായുവിലേക്ക് ചാടുകയാണ്. പിന്നീടത് അതിന്റെ ചിറകുകൾ ഉയർത്തുന്നു. അതേസമയം തന്നെ അത് തന്റെ കാലുകൾ പ്രതലം വിട്ടിരിക്കും. അതിന്റെ സകല ശക്തിയും ഉപയോഗിച്ച് തന്റെ പിന്നിലുള്ള വായുവിനെ തള്ളിക്കഴിഞ്ഞിട്ടുമുണ്ടാകും. അല്പം മുന്നോട്ടാഞ്ഞ് വായുവിന് മുകളിലേക്കെത്തുമ്പോൾ പിന്നെ കുതിക്കാൻ പ്രയാസമുണ്ടാവില്ല. പ്രാവിനേക്കാൾ വലിയ പക്ഷികൾക്ക് ഈ വിഷമം പിടിച്ച ചലനങ്ങൾ 2-ലധികം പ്രാവശ്യം നടത്താനാവില്ല. ആൽബട്രോസിനെ പോലെയുള്ള വലിയ പക്ഷികൾക്കാകട്ടെ ഇത് ചെയ്യാൻ തന്നെ പറ്റുകയില്ല. പ്രതലമിടാൻ അവക്ക് മറ്റു വിദ്യകളാണുള്ളത്. ഓട്ടത്തിന്റെ വേഗത ക്രമപ്രവൃത്തമായി വർദ്ധിപ്പിക്കുന്നത് ഇതിനുദാഹരണമാണ്. നമ്മുടെ എയറോപ്ലെയിനുകളിൽ ഈ വിദ്യ നാം ഉപയോഗിക്കാറുണ്ട്. മിക്ക പക്ഷികൾക്കും പറക്കുന്നതിൽ ഏറ്റവും വിഷമകരമായ നിമിഷം അതിന്റെ പ്രാരംഭഘട്ടമാണ്. ഇത് സാധ്യമായി കഴിഞ്ഞാൽ പക്ഷിക്ക് വായുവിലൂടെ തെന്നി നീങ്ങാൻ എളുപ്പമാണ്. പറന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വായുവിൽ തങ്ങി നിൽക്കാൻ പക്ഷിയെ സഹായിക്കുന്നതെന്താണ്? ഇതിന് മറുപടി ചിറകിന്റെ കുറ്റമറ്റ എഞ്ചിനീയറിംഗ് ഡിസൈനിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക.
ചിറകിന്റെ പുറകുവശം താഴേക്ക് ചെരിയുന്നു. ചിറകിനടിയിലൂടെ നീങ്ങുന്ന വായു പുറകുവശത്തിഴച്ച് അതിനുമേൽ ശക്തി പ്രയോഗിക്കുന്നു. ഇത് പക്ഷിയെ മുകളിലേക്ക് ഉയർത്തുന്നു. ചിറകിന് മുകളിലൂടെ പോകുന്ന വായുവാകട്ടെ ചിറകിന്റെ മുൻവശത്തുകൂടെ മുകളിലേക്ക് മാറുന്നു. ഇത് ചിറകിന്റെ മുകളിലൂടെയുള്ള വായുവിന്റെ സമ്മർദ്ദം കുറക്കുന്നു. ഇതും പക്ഷിയെ മുകളിലേക്ക് തള്ളുന്നുണ്ട്. ആവശ്യത്തിന് വായുപ്രവാഹമുണ്ടെങ്കിൽ ചിറകിന് മുകളിലുള്ള ആകർഷണ ശക്തിയും അടിയിൽ നിന്നുള്ള ഉയർത്തൽ ശക്തിയും പക്ഷിയെ വായുവിൽ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഈ ഘടകമാണ് ചിറകുകൾ അടിക്കാതെ തന്നെ മണിക്കൂറുകളോളം ആൽബട്രോസിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന വായുവിന്റെ ഉയർന്നുവരുന്ന പ്രവാഹം പ്രത്യേകം ശ്രദ്ധേയമാണ്. മറ്റു പക്ഷികളാവട്ടെ ചിറകിനടിയിൽ ആവശ്യമായ വായുപ്രവാഹം ചിറകുകൾ അടിച്ചുകൊണ്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഉയരുമ്പോൾ അതിന്റെ പകുതി ചിറകുകൾ ശരീരത്തിലേക്ക് വലിക്കുന്നതിനാൽ ഘർഷണം കുറയുന്നു. ചിറകുകൾ മുകളിലേക്ക് വിടർത്തിയാണ് അത് താഴുന്നത്. ഓരോ ചലനത്തിലും തൂവലുകൾ ഇടപെടുന്നുണ്ട്. ചിറകുകളുടെ ആകൃതി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ചിറകിന്റെ അടിവശം പരിപൂർണമായും മാർദ്ദവമായിരിക്കുന്നു. പക്ഷിയുടെ തൂവലുകളും ചിറകിന്റെ ആകൃതിയും വായു ബലതന്ത്രപരമായി സമ്പൂർണമാണ്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ ഈ വാത്തു പറക്കുമെങ്കിൽ അതിന്റെ ഉജ്ജ്വലമായ വായു ബലതന്ത്ര ഘടനയാൽ തെന്നിമാറുന്നതായി മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷികൾക്ക് പലതരം ചിറകുകളുണ്ട്. ചില ചിറകുകൾ ചെറുതും ബലിഷ്ഠവുമായിരിക്കുമ്പോൾ നിരന്തരമായ നീക്കങ്ങൾക്ക് സഹായകമാകും. ഉയർന്ന സ്ഥലങ്ങളിൽ പറക്കാനുതകും വിധം മറ്റു ചിലത് കൂടുതൽ നീളവും വീതിയുമുള്ളതായിരിക്കും. മറ്റു ചിലതാവട്ടെ വായുവിലൂടെ തെന്നി നീങ്ങാനാകുന്ന വിധം നീളവും ഇടുക്കവുമുള്ളതായിരിക്കും. ഓരോന്നിൻ്റെയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉജ്ജ്വലങ്ങളായ പറക്കൽ വ്യവസ്ഥകളാണ് ഓരോ പക്ഷിയിലും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും വിമാന ഡിസൈനിങ്ങിൽ വ്യത്യസ്ത തരം ചിറകുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷികളെ മാതൃകയാക്കി. ചില പക്ഷികൾക്ക് തീറ്റയും കുടിയും ഉറക്കവും കൂടി നടത്തി മാസങ്ങളോളം വായുവിൽ തങ്ങാനാവും. മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗത്തിലാണ് പ്രാപ്പിടിയൻ ഇര തേടുന്നത്. പരുന്തുകൾ പറക്കുന്നത് ഇര പിടിക്കാൻ മാത്രമല്ല, അവയുടെ ശക്തി പ്രകടിപ്പിക്കാൻ കൂടിയാണ്. ഈ പട്ടിപ്പറക്കൽ യഥാർത്ഥത്തിലുള്ള പറക്കലല്ല, ധൈര്യം പരിശോധിക്കലാണ്. ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് പക്ഷി നഖം വിടർത്തിയിരിക്കും. ഇത്തരം ഉജ്ജ്വലമായ കാഴ്ചകളെല്ലാം ആകാശത്ത് നിന്ന് ചെയ്യുന്ന പക്ഷികൾ അത്ഭുതകരമായ ദൈവിക ദൃഷ്ടാന്തമല്ലാതെ മറ്റെന്താണ്? പക്ഷികളിലെ ആകാശത്തിലെ പ്രകടനങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യരെ ദൈവത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നതിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.